ഹായ് എവരിവൺ. അപ്പോൾ നമ്മളിന്ന് വന്നിരിക്കുന്നത് സി ജിയുടെയും എം ടി എസിൻ്റെയൊക്കെ ആപ്ലിക്കേഷൻ ചെയ്യുക അല്ലേ. ആപ്ലിക്കേഷൻ ചെയ്തതിന് ശേഷം ആപ്ലിക്കേഷൻ സ്റ്റാറ്റസ് വരുമ്പോൾ നോക്കുമ്പോൾ റിജക്റ്റ് ആയി പോവുക. അപ്പോൾ എന്തുകൊണ്ടാണ് റിജക്റ്റ് ആവാനുള്ള റീസൺ? സിഗ്നേച്ചർ അതുപോലെ ഫോട്ടോ എല്ലാം റിജക്റ്റ് ആയി പോയിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് അവർക്ക് ആപ്ലിക്കേഷൻ തന്നെ കംപ്ലീറ്റ് ആയിട്ട് റിജക്റ്റ് ആയിരിക്കുക, അവർക്ക് ആ ഒരു അവസരം നഷ്ടപ്പെടുക. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ട് SSC ആയിട്ട് തന്നെ ഒഫീഷ്യലി അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവരായിട്ട് തന്നെ എങ്ങനെ ഫോട്ടോസും അതുപോലെ സിഗ്നേച്ചറൊക്കെ അപ്ലോഡ് ചെയ്യണം എന്നുള്ള ഇൻസ്ട്രക്ഷനൊക്കെ അവർ തന്നെ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവർ പറയുന്നത് നമ്മൾ ഈ ഒരു അളവിലാണ് സിഗ്നേച്ചർ, ഈ ഒരു ബോക്സ് കട്ട് ചെയ്യുക എന്നാണ് പറയുന്നത്. അതായത് ഈ കറക്റ്റ് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ബോക്സിൻ്റെ അത്രയും സൈസിൽ വേണം സിഗ്നേച്ചർ എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട്, അപ്ലോഡ് ചെയ്യാൻ വേണ്ടി. നിങ്ങൾ സിഗ്നേച്ചർ ഇടുമ്പോൾ ഈ ഒരു ബോക്സിനകത്ത് ഒരു 80% നിറഞ്ഞു നിൽക്കുന്ന രീതിയിൽ തന്നെ വേണം നിങ്ങൾ എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട്, സിഗ്നേച്ചർ അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അവർ ഫോട്ടോ ഉൾപ്പെടെയാണ് അവരിട്ടിരിക്കുന്നത്. ഇത് കണ്ടോ, ഇതാണ് യഥാർത്ഥത്തിൽ അപ്രൂവ് ചെയ്യുന്ന ഗുഡ് സിഗ്നേച്ചർ എന്ന് പറയുന്നത്. അതായത് അവർ തന്ന ആ ഒരു ബോക്സ് കണ്ടോ, ആ ബോക്സിൽ ഒരു 80% നിറഞ്ഞു നിൽക്കുന്ന രീതിയിൽ ഒരു വലിയ അളവിൽ തന്നെ എന്ത് ചെയ്യുക, അല്ലെങ്കിൽ വലിയ സൈസിൽ തന്നെ എന്ത് ചെയ്യുക, സിഗ്നേച്ചർ നിങ്ങൾ അപ്ലോഡ് ചെയ്യുക. അപ്പോൾ അവർ ഫോട്ടോ പറഞ്ഞേക്കുന്നത് ഇതാണ് കറക്റ്റ് ഫോം എന്ന് പറയുന്നത്. അല്ലാതെ ഈ രീതിയിൽ ഇൻവേർട്ടഡ് ആയിട്ട് ഈ ഒരു സൈഡിൽ സിഗ്നേച്ചർ ഇട്ട് കഴിഞ്ഞാൽ ആദ്യം നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് അവർക്ക് ഈ സൈസ് മാത്രമേ അവർ നോക്കുള്ളൂ. ഒരു സിഗ്നേച്ചറും സൈസും കണ്ടു കഴിഞ്ഞാൽ അവർ എന്ത് ചെയ്യും, ആ ഫോട്ടോ അപ്രൂവ് ചെയ്യും. ബട്ട് അത് അവസാനം ആപ്ലിക്കേഷൻ സ്റ്റാറ്റസ് വരുമ്പോൾ അവർ നോക്കുമ്പോൾ ഇങ്ങറ്റത്ത് ഇതുപോലെ ഇൻവേർട്ടഡ് ആയിട്ട് സിഗ്നേച്ചർ കിടന്നാൽ അവർ റിജക്റ്റ് ചെയ്യും. അതുപോലെ ഏറ്റവും മുകളിൽ അറ്റത്തായിട്ട് കിടന്നാലും റിജക്റ്റ് ചെയ്യും. ഇതുപോലെ രണ്ട് സൈഡിലും ബ്ലാക്ക് ഒക്കെ വന്നിട്ട് ചെറിയ ഒരു രീതിയിൽ സിഗ്നേച്ചർ ഇട്ടാലും അതെന്ത് ചെയ്യും, റിജക്റ്റ് ചെയ്യും. വളരെ കുഞ്ഞായിട്ട് ഡിമിനിഷ്ഡ് സൈസിൽ തന്നെ കൊണ്ടുവന്ന് സിഗ്നേച്ചർ ഇട്ടാൽ അത് റിജക്റ്റ് ചെയ്യും. എന്നാൽ അവർ എല്ലാ രീതിയിലും ഫോട്ടോ ഈ പറയുന്ന സിഗ്നേച്ചർ റിജക്റ്റ് ആവുന്ന രീതി പറഞ്ഞിട്ടുണ്ട്. ഈ കോർണേഴ്സിലൊന്നും കൊണ്ടുവച്ച് സിഗ്നേച്ചർ ഇടരുത്, അതുപോലെ ചെറിയ സൈസിൽ കൊണ്ട് സിഗ്നേച്ചർ ഇടരുത്. എങ്ങനെ സിഗ്നേച്ചർ എന്താണ് എന്നുള്ളത് കറക്റ്റായിട്ട് കാണുന്ന രീതിയിൽ ഇത്രയും സൈസിൽ തന്നെ സിഗ്നേച്ചർ അപ്ലോഡ് ചെയ്താൽ മാത്രമേ അവർ അപ്രൂവ് ചെയ്യുള്ളൂ. അപ്പോൾ ഇനിയെങ്കിലും, ഇപ്പോൾ ആപ്ലിക്കേഷൻ സ്റ്റാറ്റസ് വരുമ്പോൾ റിജക്റ്റ് ആയി പോയി കഴിഞ്ഞാൽ ഇനി ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇനിയെങ്കിലും നിങ്ങൾ കറക്റ്റായിട്ട് സിഗ്നേച്ചർ ഇനി അപ്ലൈ ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ടാണ് ഇവർ എന്ത് ചെയ്തിട്ടുള്ളത്, ഈ അപ്ഡേഷൻ തന്നിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ആദ്യം തന്നെ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് ഒത്തിരി വട്ടം നിങ്ങൾക്ക് ഈ സിഗ്നേച്ചർ റിജക്റ്റ് ആയി കാണും. ഡ്യൂ ടു ഫയൽ സൈസ് 10 KB to 20 KB ആക്കാൻ പാടുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ സിഗ്നേച്ചർ ഒരു പേപ്പറിൽ ഇട്ടിട്ട് എന്ത് ചെയ്യുക, നിങ്ങൾ ഫോട്ടോ എടുത്തതിന് ശേഷം നിങ്ങളൊരു ഇമേജ് കംപ്രസറിൽ കൊടുത്ത് തന്നെ നിങ്ങൾ 10 to 20 KB ആക്കാൻ നോക്കുക. അതുപോലെ തന്നെ ഇപ്രാവശ്യം CGL അപ്ലൈ ചെയ്തവർക്കറിയാം ഹൈറ്റും വിഡ്ത്തും അവർ തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു ഹൈറ്റും വിഡ്ത്തിലും 2 വിഡ്ത്ത് അതുപോലെ ഹൈറ്റ് ഇത്ര 2 ഹൈറ്റ് വിഡ്ത്ത് ഇത്ര വേണം എന്നൊക്കെ പറഞ്ഞിട്ട് അവർ തന്നിട്ടുണ്ടായിരുന്നു. 6 ആണെന്ന് തോന്നുന്നു. അപ്പോൾ 2 ഹൈറ്റും 6 വിഡ്ത്തിലും നിങ്ങൾക്ക് ഇങ്ങനെ ഒരു സിഗ്നേച്ചർ ഇത്രയും തന്നെ വേണം എന്നവർ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ രീതിയിൽ തന്നെ അപ്ലോഡ് ചെയ്യാൻ നിങ്ങൾ കുറേ കഷ്ടപ്പെട്ടിട്ടുണ്ടാവും. അപ്പോൾ ആ സൈസ് ചിലപ്പോൾ ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും, ഇത്രയും സൈസിൽ തന്നെ ആയിരിക്കും ഫയൽ കിട്ടിയിട്ടുള്ളത്. സിഗ്നേച്ചർ ഇടുമ്പോഴും നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഇതുപോലെ വലുതായിട്ട് തന്നെ സിഗ്നേച്ചർ കാണുന്ന രീതിയിൽ തന്നെ അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. ഓക്കെ ആണോ നിങ്ങൾക്ക്? ഇനി ഫോട്ടോ അപ്ലോഡ് ചെയ്യുന്നതിലും അവർ പറഞ്ഞിട്ടുണ്ട് മേജർ റീസൺ ഫോർ റിജക്ഷൻ ഓഫ് ഫോട്ടോ പറഞ്ഞിട്ടുണ്ട്. കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഫോട്ടോ വിത്തൗട്ട് പ്ലെയിൻ ബാക്ക്ഗ്രൗണ്ട്, നിങ്ങൾ ഫോട്ടോ എടുക്കുമ്പോൾ ബാക്ക്ഗ്രൗണ്ട് പ്ലെയിൻ അല്ലാതിരിക്കുക, ഏതെങ്കിലും പിക്ചേഴ്സോ അല്ലെങ്കിൽ റൈറ്റിങ്സോ ഉണ്ടെങ്കിൽ അവർ എന്ത് ചെയ്യും, റിജക്റ്റ് ചെയ്യും. ഒന്നുകിൽ വൈറ്റ് ബാക്ക്ഗ്രൗണ്ട് അല്ലെങ്കിൽ ഒരു സോളിഡ് കളർ ബാക്ക്ഗ്രൗണ്ട്, ബ്രൈറ്റ് ബാക്ക്ഗ്രൗണ്ട് എടുക്കുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ. റിജക്റ്റ് ചെയ്യാതിരിക്കാനുള്ള ഏറ്റവും കൂടുതൽ ചാൻസ് ഉള്ളത് ബ്രൈറ്റ് ബാക്ക്ഗ്രൗണ്ട്സിനാണ്. അപ്പോൾ റിജക്റ്റ് ചെയ്യില്ല. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു സോളിഡ് ബ്രൈറ്റ് ബാക്ക്ഗ്രൗണ്ട് തന്നെ സെലക്ട് ചെയ്യുക. അപ്പോൾ ബാക്കിൽ പിക്ചേഴ്സോ അല്ലെങ്കിൽ ഗ്ലാസിൻ്റെ എന്തെങ്കിലും കാര്യങ്ങളോ അതല്ലെങ്കിൽ റിഫ്ലക്ഷനോ അതോ അല്ലെങ്കിൽ റൈറ്റിങ്സോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ റിജക്റ്റ് ആവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ പ്ലെയിൻ ബാക്ക്ഗ്രൗണ്ട് അല്ലാത്തതാണ് ഒന്നാമത്തെ റീസൺ. രണ്ടാമത്തേത് കാൻഡിഡേറ്റ്സ് വിയറിങ് ക്യാപ്സ് സ്പെക്സ്, ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ വെച്ചിട്ട് നിങ്ങൾ ഫോട്ടോ എടുക്കുകയാണെങ്കിൽ അത് റിജക്റ്റ് ചെയ്യുന്നതാണ്. അതുപോലെ കാൻഡിഡേറ്റ്സ് ടേക്കിംഗ് ഫോട്ടോ വിത്തൗട്ട് ഷർട്ട് ഇല്ലാതെ നിങ്ങൾ ഫോട്ടോ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും അത് റിജക്റ്റ് ചെയ്യുന്നതായിരിക്കും. ആൻഡ് ഫോട്ടോ നോട്ട് സഫീഷ്യൻ്റ്ലി ബ്രൈറ്റ്, നിങ്ങൾ എടുക്കുന്ന ഫോട്ടോ ബ്രൈറ്റ് ആയിട്ടുള്ള സ്ഥലത്ത് തന്നെ, നിങ്ങൾക്ക് എക്സ്പ്ലോഷർ കിട്ടുന്ന സ്ഥലത്ത് തന്നെ പോയിട്ട് ഫോട്ടോ എടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. അങ്ങനെ അല്ലാത്ത ഫോട്ടോസും അവർ റിജക്റ്റ് ചെയ്യും. ആൻഡ് ഫോട്ടോസ് ഈസ് ബ്ലർഡ്,
ബ്ലർഡ് ആയിട്ടുള്ള ഫോട്ടോസ് ആണെങ്കിലും റിജക്റ്റ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അതിനും അവർ പ്രൂഫ് ഉൾപ്പെടെ തന്നിട്ടുണ്ട്, എക്സാമ്പിൾ ഉൾപ്പെടെ തന്നിട്ടുണ്ട്. ഇതാണ് കറക്റ്റ് ഫോം ഓഫ് ഫോട്ടോ എന്ന് പറയുന്നത്. നിങ്ങളൊരു ബ്രൈറ്റ് ആയിട്ടുള്ള സ്ഥലത്ത് നിന്ന്, ലൈറ്റ് എക്സ്പോഷർ ഉള്ള സ്ഥലത്ത് നിന്ന് നിങ്ങൾ എന്ത് ചെയ്യുക, ഫോട്ടോ എടുക്കുക. ബാക്ക്ഗ്രൗണ്ട് ഇതുപോലെ ഒരു സോളിഡ് കളറായിട്ട് തന്നെ സെലക്ട് ചെയ്യുക. ഒന്നുകിൽ വൈറ്റ് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സോളിഡ് കളർ നിങ്ങൾ സെലക്ട് ചെയ്യുക. ബാക്ക്ഗ്രൗണ്ട് എന്ത് ചെയ്യണം, ക്ലീൻ ആയിരിക്കണം. അങ്ങനെയാണെങ്കിൽ അവർ അപ്രൂവ് ചെയ്യുള്ളൂ. അപ്പോൾ നിങ്ങൾ നോക്കുമ്പോൾ അതാ ഇതുപോലൊരു ബാക്ക്ഗ്രൗണ്ട്, ഇത് ഒരു ഹോസ്പിറ്റലിൽ അല്ലെങ്കിൽ ഏതെങ്കിലും നിങ്ങൾ നിൽക്കുന്ന സ്ഥലത്ത് നിന്നൊരു ഫോട്ടോ എടുത്തു കഴിഞ്ഞാൽ അവരെന്ത് ചെയ്യും, റിജക്റ്റ് ചെയ്യും എന്നാണ് പറയുന്നത്. അതുപോലെ കറക്റ്റ് ക്യാമറ നോക്കാതെ എവിടെയെങ്കിലും നോക്കി ഫോട്ടോ എടുത്തു കഴിഞ്ഞാലും അത് റിജക്റ്റ് ആവും. അതുപോലെ നിങ്ങൾ ഇതുപോലൊരു ബ്ലർഡ് ഫോട്ടോ ആണെങ്കിൽ അതും റിജക്റ്റ് ആവും. ഒട്ടും ലൈറ്റ് എക്സ്പോഷർ ഇല്ല, നിങ്ങളുടെ ഫേസ് കറക്റ്റായിട്ട് കാണാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ റിജക്റ്റ് ചെയ്യും. സ്പെക്സ് വെച്ചിട്ടുണ്ടെങ്കിൽ റിജക്റ്റ് ചെയ്യും. ഇതുപോലൊരു സെൽഫി മോഡിൽ കറക്റ്റ് ഫ്രണ്ടിൽ വെച്ച് തന്നെ എടുക്കുക. അതല്ല സെൽഫി മോഡിൽ സൈഡിലൊക്കെ വെച്ച് എടുത്തിട്ട് ബാക്ക്ഗ്രൗണ്ട് സോളിഡ് അല്ല എന്നുണ്ടെങ്കിൽ അതും റിജക്റ്റ് ആവുന്നതാണ്. ഓക്കെ, അപ്പോൾ എങ്ങനെയൊക്കെയാണ് നിങ്ങൾക്ക് റിജക്റ്റ് ആയി പോയിട്ടുണ്ടാകുന്നത് നിങ്ങൾക്ക് ഇപ്പം മനസ്സിലായി കാണും. അപ്പോൾ ഇനിയെങ്കിലും നിങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യുക, റിജക്റ്റ് ആവാതിരിക്കാൻ വേണ്ടിയിട്ട് കറക്റ്റായിട്ട് നിങ്ങൾ കറക്റ്റ് ഫയൽ സൈസിൽ തന്നെ സിഗ്നേച്ചർ അപ്ലോഡ് ചെയ്യുക. അതുപോലെ സിഗ്നേച്ചർ അപ്ലോഡ് ചെയ്യുമ്പോൾ ഒരു 80% നല്ല വലുപ്പത്തിൽ തന്നെ നിങ്ങൾ സിഗ്നേച്ചർ എടുത്ത് അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ ഫോട്ടോ എടുക്കുമ്പോൾ സോളിഡ് കളറിൽ തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, ബാക്ക്ഗ്രൗണ്ട് സെറ്റ് ചെയ്യുക. അതിനുശേഷം നിങ്ങൾ ബ്രൈറ്റ് ആയിട്ടുള്ള ഒരു സ്ഥലത്ത് നിന്ന് ഫോട്ടോ എടുക്കുക. നിങ്ങൾക്ക് കറക്റ്റായിട്ട് അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു.